ഖദാഉം ഖദറും യഥാർത്ഥത്തിൽ ഒരേ അർത്ഥമുള്ള രണ്ട് വാക്കുകളാണ്. അവ തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. ചില പണ്ഡിതന്മാരൊക്കെ ഖദാഉം ഖദറും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞവരുണ്ട്. പക്ഷെ അതിനൊന്നും എന്തല്ല വ്യക്തമായ തെളിവില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അബൂ ഹാമിദ് അൽ ഗസാലിയുടെയൊക്കെ കാണാൻ സാധിക്കും വിശദീകരണത്തിൽ. അതായത് ഖദാ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച മൊത്തത്തിലുള്ള വിധിക്കാണെന്ന് പറയാം, ഖദാ എന്ന് പറയാം. എന്നാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, വിധിയുടെ വിശദാംശങ്ങൾ, അതിൻ്റെ സ്ഥലവും കാലവും അതേപോലെ കണക്കുമെല്ലാം തീരുമാനിച്ച് തിട്ടപ്പെടുത്തുന്നതിന് എന്ത് പറയും? ഖദർ എന്ന വാക്ക് പറയുന്നൊരു അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞവരുണ്ട്. ഏതായാലും ഖദാഉം ഖദറും ഒരേ അർത്ഥമാണ് എന്നാണ് ഈ വിഷയത്തിൽ പ്രബലമായി നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അതായത് ഭൂമിയിൽ അതേപോലെ തന്നെ നിങ്ങളുടെ സ്വന്തത്തിലുമൊക്കെ ഏതൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിലും, ഏതൊരു മുസീബത്ത് സംഭവിച്ചാൽ തന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ, ഏത് സൃഷ്ടിക്കുന്നതിന് മുമ്പ്? അതായത് ആ മുസീബത്ത് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, നിങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്. ഇതൊക്കെ പണ്ഡിതന്മാർ പറയുന്ന അഭിപ്രായങ്ങളാണ്. എന്നാൽ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. ഇത് നമ്മുടെ വിധി വിശ്വാസത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ വിധിയിലുള്ള വിശ്വാസം ഈമാനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് പറയുമ്പോൾ, ഈ ഈമാന് പൂർത്തിയാകണമെങ്കിൽ 4 ഘടകങ്ങൾ അടങ്ങണം. അഥവാ അൽ ഈമാനു ബിൽ ഖദറിന് എത്ര മർത്തബകളുണ്ട്? 4 മർത്തബകളുണ്ട്. 4 മർത്തബകളുണ്ട്. അതിൽ ഒന്നാമത്തെ മർത്തബ എന്താണ്? അൽ ഇൽമാണ്. എന്താണ് മർത്തബത്തു അൽ ഇൽം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. ആലിമുൽ ഗൈബി വശഹാദ, അദൃശ്യവും അതേപോലെ തന്നെ ഷഹാദത്തും എല്ലാം കൃത്യമായും സൂക്ഷ്മജ്ഞാനിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഈ ഇൽമിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ വിശാലമായ അറിവിലുള്ള വിശ്വാസമാണ് മർത്തബത്തുൽ ഇൽം. وأن الله قد أحاط بكل شيء علما ألم تعلم أن الله يعلم ما في السماء والأرض. അതായത് ആകാശത്തിലും ഭൂമിയിലുള്ള എല്ലാം അള്ളാഹുവിനെ അറിയുമെന്ന് താങ്കൾക്ക് അറിയുകയില്ലേ? ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിശ്ചയമായും അത് കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് അള്ളാഹുവിന് വളരെ എളുപ്പമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിധി വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ മർത്തബ എന്താണ്? അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂതകാലത്തെ കാര്യങ്ങളാകട്ടെ, ഭാവി കാലമാകട്ടെ, വർത്തമാനകാലമാകട്ടെ, ഏത് കാലമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇതൊക്കെ ഇങ്ങനെ പഠിക്കാനുള്ള കാരണം എന്താണ്? ഇതൊക്കെ നിഷേധിച്ചവരുണ്ട്. മുസ്ലിം നാമധാരികളിൽപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിൽ ഈ വിഷയത്തിൽ വഴിപിഴച്ച പല വിഭാഗങ്ങളുമുണ്ട്. അതൊക്കെ നാം പഠിക്കും. നമ്മുടെ വിഷയം എന്താണ്? അതായത് അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസവും അതുമായി ബന്ധപ്പെട്ട വ്യതിയാനങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ മർത്തബ എന്താണ്? മർത്തബത്തു അൽ ഇൽം. രണ്ടാമത്തെ മർത്തബ മർത്തബത്തുൽ കിതാബ. അതെ, സൂറത്തുൽ ഹജ്ജ് 70. സൂറത്തുൽ ഹജ്ജ് 70. സഹോദരന്മാരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മറാത്തിബു അൽ ഖദർ, ഖദറിൻ്റെ 4 മർത്തബകളെ സംബന്ധിച്ചാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ മർത്തബ മർത്തബത്തുൽ ഇൽം, രണ്ടാമത്തെ മർത്തബ മർത്തബത്തുൽ കിതാബ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. അപ്പോൾ സൃഷ്ടികളെ സംബന്ധിച്ച് ഉള്ള എല്ലാ വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനാണ് മർത്തബത്തു അൽ കിതാബ. ഇതിനെ സംബന്ധിച്ചാണ് നാം ഒരു ഹദീസ് ധരിച്ചത്. എന്താണത്? കതബല്ലാഹു മഖാദീറൽ ഖലായിഖി ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ ബിഖംസീന സന. അതായത് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടികളുടെ മഖാദീർ,
വിധികൾ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സഹിഹായ വേറെ ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹു പേനയെ സൃഷ്ടിച്ച ആ നിമിഷം അള്ളാഹു പറഞ്ഞു ഉക്തുബ്, എല്ലാം രേഖപ്പെടുത്തുക. എല്ലാം സൃഷ്ടികളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത് ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. അള്ളാഹിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം അതൊക്കെ എന്താണ്, എളുപ്പമാണ്. കാരണം അള്ളാഹുവിൻ്റെ ഖുദ്റത്തെ സംബന്ധിച്ചും ഇൽമിനെ സംബന്ധിച്ചും നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം അതിനൊക്കെ അതീതമാണ് അള്ളാഹുവിൻ്റെ വിശാലമായ അറിവ്, വിശാലമായ ഖുദ്റത്ത്. كتب الله مقادير الخلائق قبل أن يخلق السماوات والأرض ب50,000 سنة قال وعرشه على الماء. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അള്ളാഹുവിൻ്റെ, അതായത് ഇതൊക്കെ രേഖപ്പെടുത്തുമ്പോൾ അള്ളാഹുവിൻ്റെ അർശ് എവിടെയാണ്? വെള്ളത്തിൻ്റെ മേലെയാണ്. അപ്പോൾ അതിനൊക്കെ മുമ്പ് അള്ളാഹുവിൻ്റെ അർശിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പല പണ്ഡിതന്മാരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടി മഖ്ലൂഖ് ഏതാണെന്ന് ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അതിലൊരു അഭിപ്രായം എന്താണ്? ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായ പ്രകാരം അർശാണെന്ന അഭിപ്രായമുണ്ട്, അതേപോലെ മാ ആണെന്ന അഭിപ്രായമുണ്ട്. ഏതായാലും ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ട എന്താണ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ വിഷയങ്ങളും നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ട്, അതേപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അറിഞ്ഞിട്ടുണ്ട് അതാണ് മർത്തബത്തുൽ ഇൽമ്, രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു മർത്തബത്തുൽ കിതാബ. അതേപോലെ തന്നെ മർത്തബത്തുൽ ഇറാദത്തി വൽ മഷിയ, മൂന്നാമത്തെ എന്താണ്? അള്ളാഹുവിൻ്റെ ഉദ്ദേശം. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ വിധിച്ചത് അതെല്ലാം അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മഷീഅത്തിലാണ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നത്. അതായത് നമുക്ക് സംഭവിക്കുന്ന, ഈ ലോകത്ത് സംഭവിക്കുന്ന എന്ത് കാര്യവും അള്ളാഹു ഉദ്ദേശിക്കാതെ നടക്കുന്നില്ല. ഇതിനാണ് അൽ മഷീഅ എന്ന് പറയും. അൽ മഷീഅ അള്ളാഹുവിൻ്റെ ഉദ്ദേശം. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അതേപോലെ തന്നെ പല ആയത്തുകളിലും കാണാൻ സാധിക്കും, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. എന്താണ്? നാളെ ഞാനൊരു കാര്യം പ്രവർത്തിക്കാൻ പോവുകയാണെന്ന് പറയരുത്, അള്ളാഹു ഉദ്ദേശിക്കാതെ അല്ലാതെ. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചിട്ടല്ലാതെ നമുക്കൊരു കാര്യവും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇൻഷാ അള്ളാഹ്, നമ്മുടെ ഒരു കാര്യം ഭാവിയിൽ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുമ്പം അതിൻ്റെ കൂടെ എന്ത് ചേർക്കണം? ഇൻഷാ അള്ളാഹ് എന്ന് ചേർക്കണമെന്നാണ്. ഒരേ അർത്ഥം തന്നെയാണ്, ഒരേ അർത്ഥം തന്നെയാണ്. മഷിഅ ഷാ അല്ല, അത് ഒരേ അർത്ഥം വാവ് ചേർക്കും. അതെ. അപ്പോൾ മർത്തബത്തുൽ ഇറാദത്തി വൽ മഷിഅ, ഇറാദത്തും മഷിഅത്തുമായ മർത്തബയാണ് യഥാർത്ഥത്തിൽ മൂന്നാമത്തെ മർത്തബ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രേഖപ്പെടുത്തിയ കാര്യം മാറുമോ, അഥവാ അതിനൊരു മാറ്റം സംഭവിക്കുമോ? നമുക്കറിയാം, ചില ഹദീസുകളിൽ നമുക്കറിയാം, ഒരു സൽക്കർമ്മം പുണ്യകർമ്മം പ്രവർത്തിച്ചാൽ അള്ളാഹു നൽകുന്ന പ്രതിഫലം. ഉദാഹരണമായിട്ട് കുടുംബബന്ധം ചേർത്തി കഴിഞ്ഞാൽ എന്താ അതിൻ്റെ പ്രതിഫലം? ആയുസ് ആയുസ്സിനും അതേപോലെ സമ്പത്തിനുമൊക്കെ വിശാലതയുണ്ടാകുമെന്ന്. മൻസറഹു അൻ യുബ്സത ലഹു ഫി റിസ്ഖിഹി വയുൻസഅ ലഹു ഫി അഥരിഹി ഫലിയസിൽ റഹിമ. സഹീഹായ ഹദീസാണ്. അതായത് വല്ലവനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ, തൻ്റെ റിസ്ക്കിന് വിശാലതയും ദീർഘായുസ്സും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തൻ്റെ കുടുംബബന്ധം ചേർത്ത് കൊള്ളട്ടെ. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ആയുസ്, അതേപോലെ തന്നെ മനുഷ്യരുടെ ഉപജീവനം, റിസ്ക് നേരത്തെ കണക്കാക്കിയതല്ലേ, രേഖപ്പെടുത്തിയതല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ വിശാലത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. വിശാലത കൊണ്ടുള്ള ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ബറക്കത്താണെന്ന് ഒരു അഭിപ്രായമുണ്ട്. അതായത് തനിക്ക് കണക്കാക്കപ്പെട്ട ആയുസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ അതിലെന്തുണ്ടാവും? അതായത് ബറക്കത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാകും. അതായത് ദീർഘകാലം ജീവിച്ച ഒരാൾ, അയാൾ ചെയ്തു കൂട്ടുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ, സഹായങ്ങൾ, അതൊക്കെ അയാൾക്ക് ഈ ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. അതേപോലെ തൻ്റെ സമ്പത്തിലും കുടുംബത്തിലും പ്രവർത്തനത്തിലുമെല്ലാം ബറക്കത്ത്. അതേപോലെ തന്നെ വേറൊരു അഭിപ്രായം എന്താണ്?
ശരിയായ നിലക്ക് തന്നെ യഥാർത്ഥമായ ദീർഘായുസ് തന്നെയാണ്, അല്ലെങ്കിൽ റിസ്ക്കിലുള്ള വർധനവ് തന്നെയാണ് ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിക്ക് യാതൊരു മാറ്റവുമില്ല. ഒരു ഭാഗത്ത് നാം കാണുന്നു, നേരത്തെ അള്ളാഹു രേഖപ്പെടുത്തിയതാണ്. എന്നാൽ അള്ളാഹു വിധിച്ച വിധിക്ക് ചില മാറ്റമുണ്ടാകും എന്ന് പഠിപ്പിക്കുന്ന ഇങ്ങനെയുള്ള തെളിവുകളും കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്? നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു രേഖപ്പെടുത്തിയ രേഖ അഥവാ വിധി, അതിന് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. അള്ളാഹു രേഖപ്പെടുത്തി, നേരത്തെ അള്ളാഹു രേഖപ്പെടുത്തി എന്ന് പറഞ്ഞല്ലോ, കതബല്ലാഹു മഖാദീർ അൽ ഖൽഖി, അതിന് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. പിന്നെ എന്തിനാണ് മാറ്റം? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ വിധികൾ, മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ, അതേപോലെ പല കാര്യങ്ങളുമൊക്കെ രേഖപ്പെടുത്താൻ ഏൽപ്പിച്ച ആരെയാണ്? ഈ ഭൂമിയിൽ മലക്കുകളെയാണ്. അപ്പോൾ മലക്കുകളുടെ അടുത്ത് എന്തുണ്ട്? ഏടുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് മലക്കുകളുടെ ഏടുകൾ രേഖപ്പെടുത്തുകയാണ്. ആ സുഹുഫിലുള്ള വിധിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പല മാറ്റങ്ങളും വരുത്തും. അതെന്താണ്? അത് താൽക്കാലികമായ ഏടുകളാണ്. പക്ഷെ അള്ളാഹു നേരത്തെ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയ വിധിക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത്, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള നാം ഉദ്ധരിച്ച ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും മറ്റു ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ വിധിക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ച ഒരു ആയുസ് മലക്കുകളുടെ ഏടുകളിൽ ഒരു കണക്ക് രേഖപ്പെടുത്തുന്നു. പക്ഷേ അവൻ കുടുംബബന്ധം ചേർക്കുന്നു, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നു. അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ നേരത്തെ രേഖപ്പെടുത്തിയ ആ ആയുസ്സിന് വർധനവുണ്ടാകുന്നു. അങ്ങനെ ഈ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിലൂടെ രേഖപ്പെടുത്തിയ ആ ആയുസ്സായിരിക്കും ലൗഹുൽ മഹ്ഫൂദിലുള്ളത്. അഥവാ അതിന് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ചോദിക്കപ്പെട്ടു, ഇങ്ങനെ ഒരു മനുഷ്യൻ നൽകുന്ന ഉപജീവന റിസ്ക്കിൻ്റെ വിഷയത്തിൽ വല്ല മാറ്റവും ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഷെയ്ഖ് പറയുന്നു, അതായത് റിസ്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ഇനമാക്കി നമുക്ക് തിരിക്കാം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്, അതായത് അർറിസ്ഖു നൗആനി അഹദുഹുമാ മാ അലിമഹു അല്ലാഹു അന്നഹു യർസുഖുഹു ഫഹാദ ലാ യതഗയ്യർ والثاني ما كتبه وأعلمه به الملائكة فهذا يزيد وينقص بحسب الأسباب. അതായത് അള്ളാഹു നേരത്തെ അറിയുകയും, ശ്രദ്ധിക്കണം, അള്ളാഹുവിൻ്റെ ഇൽമുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ ഇൽമിൽ സ്ഥിരപ്പെട്ടതും അള്ളാഹു രേഖപ്പെടുത്തുകയും ചെയ്ത ആ റിസ്ക്കാകട്ടെ അതിന് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. എന്നാൽ മലക്കുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്താൻ, അവരുടെ ഏടുകളിൽ രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ട വിധിയോ അതിന് മാറ്റമുണ്ടാകും. അതെന്താണ്? ചില കാരണങ്ങളിലൂടെ അതിന് ഏറ്റക്കുറച്ചിലുണ്ടാകും എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ മജ്മൂഉൽ ഫതാവയിൽ നമുക്ക് കാണാൻ സാധിക്കും. മജ്മൂഉൽ ഫതാവ എന്ന് പറഞ്ഞ സഹോദരന്മാരെ, അതായത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിമും മകനും ആധുനിക കാലഘട്ടത്തിൽ ഇബ്നു തൈമിയ്യയുടെ വ്യത്യസ്ത ഫത്വകളും അതേപോലെ തന്നെ റസായിലുമൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ആദ്യം 37 വാള്യങ്ങളിൽ അത് ക്രോഡീകരിച്ചു. അതാണ് മജ്മൂഉൽ ഫതാവ. പിന്നെ അതിന് ശേഷം എന്താണ്, വീണ്ടും ഇബ്നു തൈമിയ്യയുടെ മറ്റു ഫത്വകളും അതേപോലെ തന്നെ ഗ്രന്ഥങ്ങളൊക്കെ കണ്ടെത്തിയപ്പോൾ വീണ്ടും ഏതാനും വാള്യങ്ങൾ അവർക്ക് ക്രോഡീകരിക്കാൻ സാധിച്ചു. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ ഖാസിമിൻ്റെ ഉപ്പയും വല്ലിപ്പയുമാണ് ഈ പറഞ്ഞ പണ്ഡിതന്മാർ. മസ്ജിദ് നബവിയിലെ ഇമാം ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ്റെ ഉപ്പയും വല്ലിപ്പയുമാണ് ആര്? ഈ ഇബ്നു തൈമിയ്യയുടെ മജ്മൂഉൽ ഫതാവ. ഇപ്പോൾ നമ്മൾ കാണുന്ന വായിക്കുന്ന പണ്ഡിതന്മാരും വിദ്യാർത്ഥികളൊക്കെ ശരിക്കും ഉപയോഗപ്പെടുത്തുന്ന മജ്മൂഉൽ ഫതാവ. അപ്പോൾ സഹോദരന്മാരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട എന്താണ്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ അറിഞ്ഞ
ഇൽമിൽ സ്ഥിരപ്പെട്ട അതേപോലെ അള്ളാഹു വിധി രേഖപ്പെടുത്തിയ ആ റിസ്ക് ഒരിക്കലും അതിന് മാറ്റമുണ്ടാകുകയില്ല. പക്ഷേ മാ കതബഹു വ അഅലമ ബിഹിൽ മലായിക ഫഹാദാ യസീദു വ യൻഖുസു ബിഹസബിൽ അസ്ബാബ്. അതായത് കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മലക്കുകളിലൂടെ രേഖപ്പെടുത്തപ്പെട്ട മലക്കുകൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത ആ റിസ്കിന് എന്തുണ്ടാവും? ഏറ്റക്കുറച്ചിലുണ്ടാകുമെന്ന്. അതിനുള്ള തെളിവെന്താണ്? യംഹുല്ലാഹു മാ യശാഉ വ യുസ്ബിത് വഇൻദഹു ഉമ്മുൽ കിതാബ്. യംഹുല്ലാഹു എന്താ അർത്ഥം? അള്ളാഹു മായ്ച്ചു കളയും. വ യുസ്ബിത് അള്ളാഹു സ്ഥിരപ്പെടുത്തും. അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹു മായ്ക്കും. അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ്? അള്ളാഹു സ്ഥിരപ്പെടുത്തും. വഇൻദഹു ഉമ്മുൽ കിതാബ്. അതായത് അള്ളാഹുവിൻ്റെ അടുക്കലാണ് എന്താണ് അതിൻ്റെ ഉമ്മുൽ കിതാബായ മൂലഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിൽ ഉള്ള കാര്യങ്ങളൊന്നും മാറ്റം സംഭവിക്കുകയില്ല എന്നും തഫ്സീർ പണ്ഡിതന്മാർ അതിന് അർത്ഥം കൊടുക്കുന്നുണ്ട്. അപ്പോൾ യംഹുല്ലാഹു മാ യശാഉ അള്ളാഹു ഉദ്ദേശിച്ചത് മായ്ക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നത് സ്ഥിരപ്പെടുത്തുന്നതിൻ്റെ ഒരു അർത്ഥമാണിത്. മറ്റൊരു വ്യാഖ്യാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന വിധത്തിൽ ചില ആയത്തുകളെ അള്ളാഹു ഉയർത്തും, നസ്ഖ് ചെയ്യും എന്ന അർത്ഥവും ഈ ആയത്തിന് ഉണ്ട്. അതെ, അതായത് വിധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യാതൊരു മാറ്റമില്ലാത്ത സ്ഥിരപ്പെട്ട വിധിയുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമിയൊക്കെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടെന്ന് പറയുമ്പം അതിലുള്ള വിധി യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. കാരണം അത് അള്ളാഹു അറിയുകയും അള്ളാഹു രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. അതിനാണ് മർത്തബത്തുൽ ഇൽമ്, മർത്തബത്തുൽ കിതാബ്. എന്നാൽ മലക്കുകൾക്ക് അള്ളാഹു നൽകിയ അറിവ് പ്രകാരം എന്താണ്? അതിന് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതൊക്കെ മനുഷ്യന് ഭാവിയിൽ പ്രവർത്തിക്കാൻ പോകുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ആ ഒരു വിധിക്ക് മാറ്റമുണ്ടാകും. അത് താൽക്കാലികമായ വിധിയാണ്. അതെ, അത് അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലായി. അതാണ് മാ അഅലമഹു എന്ന് ഇബ്നു പറഞ്ഞത്, അള്ളാഹു അറിയിച്ചു കൊടുത്ത ചില സംഗതികൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? മലക്കുകളുടെ അറിവിന് എന്തുണ്ട്? പരിമിതിയുണ്ട്. മനസ്സിലായി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കറിയില്ല എപ്പോഴാണ് ഈ മനുഷ്യൻ പുണ്യകർമ്മം ചെയ്യുന്നത്, എപ്പോഴാണ് ഈ മനുഷ്യൻ ഈ കുടുംബബന്ധം ചേർക്കുന്നത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന എന്താണ് അതിൻ്റെ ആയുസ്സിലും അതേപോലെ സമ്പത്തിലുമൊക്കെ വിശാലതയും വർധനവും നൽകുന്നു. അതെ അതെ, അതായത് മനുഷ്യൻ എന്താണോ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഭാവിയും ഭൂതവും ഒക്കെ അറിയുന്നവരാണ് അള്ളാഹു. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരന്മാരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മുസീബത്തുകൾ, പരീക്ഷണങ്ങൾ, ഈ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മുഅ്മിനെ സ്വീകരിക്കേണ്ട 2 നിലപാട്. അതിനു മുമ്പ് നമ്മുടെ ഈ മർത്തബകൾ നമുക്ക് പൂർത്തീകരിക്കാം. അപ്പോൾ മൂന്നാമത്തെ മർത്തബ എന്താണ്? മർത്തബത്തുൽ ഇറാദത്തി വൽ മശീഅ. അപ്പോൾ വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പോൾ സൂറത്ത് തക്വീറിലെ ആയത്താണല്ലത്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾക്കും എന്തുണ്ട്? ഒരു മശീഅത്തുണ്ട്. എന്താ ഷാ പറഞ്ഞാൽ? ഉദ്ദേശിച്ചു. അപ്പോൾ ഈ മാഷാ അല്ലാഹ് നമ്മൾ പറയല്ലോ, മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്, എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ പൂർണ്ണ ഭാഗം മാഷാ അല്ലാഹു കാൻ വമാ ലം യശ ലം യകുൻ. മാഷാ അല്ലാഹു കാന, അള്ളാഹു ഉദ്ദേശിച്ച എന്താണോ അത് സംഭവിച്ചിരിക്കും. വമാ ലം യശ, അള്ളാഹു ഉദ്ദേശിക്കാത്തതോ സംഭവിക്കുകയില്ല. ലം യകുൻ, അതാണ് ഈ ശരിക്കും ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ എന്താണ് അവിടെ മാഷാ അല്ലാഹ് പറയണം എന്നൊക്കെ പറയുമ്പം അത് ശരിക്കും അവിടെ അള്ളാഹുവിൻ്റെ മശീഅത്ത് സ്ഥിരപ്പെടുത്തുകയാണ്. പക്ഷേ ശരിക്ക് സഹിഹായ ഹദീസിലൂടെ നാം പഠിപ്പിക്കപ്പെട്ടത് പ്രകാരം നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടു, അപ്പോൾ എന്താണ്? ബർരികു ലഹു, അതിനു വേണ്ടി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. ബാറക്കല്ലാഹു ഫീഖ്, ബാറക്കല്ലാഹു ലക് എന്ന പ്രാർത്ഥനയാണ് കാര്യമായി വരേണ്ടത്. അല്ലെങ്കിൽ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഖുർആനിൽ വന്നതുപോലെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. സഹോദരന്മാരെ, ഇവിടെ അള്ളാഹുവിൻ്റെ മശീഅത്താണ് മൂന്നാമത്തെ മർത്തബ. ഈ മശീഅത്ത് വിശാലമായ മശീഅത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ച എല്ലാ വിധിയും, അത് ഖൈറാകട്ടെ ഷർറാകട്ടെ, ഒക്കെ ഇതിൽപ്പെട്ടു, മശീഅത്തിൽപ്പെട്ടു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട എന്താണ്? അപ്പോൾ സൃഷ്ടികൾക്ക് മശീഅത്തുണ്ടോ? സൃഷ്ടികൾക്ക് മശീഅത്തുണ്ട്. മനുഷ്യർക്ക് അള്ളാഹു നൽകിയ ഇച്ഛാ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ തീരുമാനം
എടുക്കാൻ ഉള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ എന്താണ്? മശീഅത്താണ്. പക്ഷേ ഈ മശീഅത്ത് അള്ളാഹുവിൻ്റെ മശീഅത്തിൽ ഒതുങ്ങുന്നതാണ്. അതാണ് ഇവിടെ ഖുർആൻ അള്ളാഹു പറയുന്നത്, വമാ തശാഊന ഇല്ല അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇതൊക്കെ നാം പഠിക്കുന്നത് എന്തിനാണ്? സൃഷ്ടികൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നാം പഠിക്കും ഇൻഷാ അല്ലാഹ്. നാലാമത്തെ മർത്തബ മർത്തബത്തു അൽ ഖൽഖ്. മർത്തബത്തു അൽ ഖൽഖ് എന്താണ് അർത്ഥം? അള്ളാഹു എല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ആലമീനാണ്. എന്താണ്? ലോകങ്ങളുടെ രക്ഷിതാവാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. ഈ അൽ ആലമിൻ്റെ ഒരു അർത്ഥം എന്താണ്? മാസി വല്ലാഹി, അള്ളാഹു അല്ലാത്തവരെല്ലാം എന്താണ്? ആലമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ. അതേപോലെ തന്നെ ഇന്നാ കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനത്തെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ, എല്ലാം അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് മർത്തബത്തു അൽ ഖൽഖ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു നേരത്തെ. അവൻ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം അത് പ്രകാരം അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. അതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ 4 സംഗതികളിൽ വിശ്വസിക്കാതെ നമ്മുടെ അൽ ഈമാനു ബിൽ ഖദർ പൂർത്തീകരിക്കുകയില്ല. നമുക്ക് അറബിയിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ എളുപ്പമാണ്. 1 മർത്തബത്തു അൽ ഇൽം, 2 മർത്തബത്തു അൽ കിതാബ, 3 മർത്തബത്തു അൽ ഇറാദ അല്ലെങ്കിൽ മഷീഅ, 4 മർത്തബത്തു അൽ ഖൽഖ്. അപ്പോൾ ഇവിടെ നാം അറിഞ്ഞിരിക്കേണ്ട എന്താണ്? ഒരു മുസീബത്ത് സംഭവിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതാണെന്ന് ദൃഢമായ ഒരു ബോധ്യം ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? പണ്ഡിതന്മാർ പറയുന്നു, അവിടെയും 2 ദറജുണ്ട്, 2 പടികൾ, 2 ദറജാത്തുകളുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് ഒരു മുസീബത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 നിലപാടുകൾ സ്വീകരിക്കാം. അതിലേറ്റവും പരിപൂർണമായ നിലപാടുണ്ട്, അതേപോലെ നിർബന്ധമായ നിലപാടുമുണ്ട്. ഇതൊക്കെ പണ്ഡിതന്മാർ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒന്നാമത്തെ ദറജ എന്താണ് സഹോദരന്മാരെ? ഒരു മുസീബത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു വിശ്വാസിക്ക് പരീക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ദറജയുണ്ട്. അതേപോലെ തന്നെ അഭികാമ്യമായ അഫ്ദലിയത്ത് ആയ ഒരു ദറജയുണ്ട്. എന്താണത്? അതാണ് റിള, തൃപ്തി. ഒന്നാം ദർജ എന്താണ്? അർ-റിള ബിൽ ഖദർ, അതായത് അർ-റിള ബിൽ മുസീബ, അതായത് തനിക്ക് സംഭവിച്ച മുസീബത്തിൽ തൃപ്തനാകുക, തൃപ്തിപ്പെടുക. ഇതാണ് ഒന്നാമത്തെ ദറജ. ഇത് സഹോദരന്മാരെ അത്യുന്നതമായ ദറജയാണ്. അതായത് ഈ ദറജയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നല്ല വിശ്വാസം വേണം. അതായത് പൂർണ്ണ വിശ്വാസമുള്ള, അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്കാണ് ഇങ്ങനെയുള്ള ദറജയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക. കാരണം നമ്മളൊക്കെ പലപ്പോഴും പരീക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെന്താ പറയുക? ക്ഷമിക്കുക എന്ന് പറയാം, ക്ഷമ കൈകൊള്ളുക എന്ന്. ഇതാണ് 2ാമത്തെ ദറജ. എന്താണിത്? നിർബന്ധമായ കർത്തവ്യം എന്താണ്? ദൗത്യം എന്താണ്? ഒരു മുസീബത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കുക എന്നാണ്. അപ്പം അർ-റിള ബിൽ മുസീബ, മുസീബത്തിൽ തൃപ്തനാകുക എന്നത് നിർബന്ധമല്ല. എന്തല്ല? നിർബന്ധമല്ല. അപ്പോൾ തനിക്കൊരു പരീക്ഷണം സംഭവിച്ചു, അപ്പോൾ തനിക്ക് അതായത് താങ്ങാൻ പറ്റാത്ത പരീക്ഷണമൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ എന്താണ്? ക്ഷമിക്കൽ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അള്ളാഹുവിൻ്റെ മുസീബത്ത് വന്ന് ഇറങ്ങിയാൽ ക്ഷമിക്കുക എന്നത് നിർബന്ധമാണ്. പക്ഷേ ആ മുസീബത്തിൽ തൃപ്തനാകുക എന്ന് പറഞ്ഞത് അത് നിർബന്ധമല്ല, പക്ഷെ അത് അഫ്ദലാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉന്നതമായ പദവിയാകുന്നു അത്. അതിനുള്ള തെളിവെന്താണ്? മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ്. സൂറത്ത് തഗാബുനിൽ ആയത്താണത്. എന്താ അർത്ഥം? അതായത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ ഒരു മുസീബത്തും സംഭവിക്കുന്നില്ല. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ്, അതായത് അള്ളാഹുവിൽ വല്ലവനും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുക്കും. സലഫുകൾ നൽകിയൊരു വ്യാഖ്യാനമാണ്
ഇവിടെ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത്. എന്താണത്? അതായത് ഒരാൾക്ക് ഒരു മുസീബത്ത് സംഭവിക്കുന്നു, ഒരു പരീക്ഷണം ഉണ്ടാകുന്നു, അങ്ങനെ ആ മുസീബത്തിൽ അവൻ തൃപ്തനാകുന്നു. അതാണ് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ് എന്ന ആയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യാഖ്യാനം. അപ്പോൾ ഇത് ഉന്നതമായ പദവിയാണ്. അൽ ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞു, വഅഹ്ലുർ റിദ താറതൻ യുലാഹിദൂന ഹിക്മത്തൽ മുബ്തലി വഖീറതിഹി ലിഅബ്ദിഹി ഫിൽ ബലാ. അതായത് സുബ്ഹാനല്ലാഹ്, ഈ ഉന്നതമായ പദവിയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ എന്താണ് അങ്ങനെ ആഗ്രഹിക്കുന്ന താല്പര്യപ്പെടുന്ന വിശ്വാസികൾ ചെയ്യേണ്ടത്? ഇബ്നു റജബ് പറയാണ്, ഇങ്ങനെയുള്ള പദവിയിലേക്ക് എത്തിപ്പെട്ട യഥാർത്ഥ വിശ്വാസികൾ അവർ പരിഗണിക്കുന്നത് ഏതാണ്? അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പരീക്ഷണം എനിക്ക് നൽകിയതിൽ അള്ളാഹുവിന് കൃത്യമായൊരു ഹിക്മത്തുണ്ടല്ലോ, അള്ളാഹു ഖൈർ മാത്രമേ എനിക്ക് ഏകൂ എന്ന നിലക്ക് അവൻ ചിന്തിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുക. ഇതാണ് ഒരു തൃപ്തിപ്പെടാനുള്ള ഒരു മാർഗം. അതേപോലെ വഅന്നഹു ഗൈറു മുത്തഹമിൻ ഫീ ഖദാഇഹി വതാറതൻ യുലാഹിദുന സവാബർ റിദാ ബിൽ ഖദാ. അതേപോലെ തന്നെ തനിക്ക് ഉണ്ടായ പരീക്ഷണത്തിൽ ആ വിധിയിൽ താൻ തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ അതിന് വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു ഒരുക്കുക. ആ നിലക്കും അവൻ തൃപ്തിപ്പെടുന്നു. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാരണം, വതാറതൻ യുലാഹിദൂന അദമത്തൽ മുബ്തലി വജലാലഹു വകമാലഹു. അള്ളാഹുവിൻ്റെ മാഹാത്മ്യം സംബന്ധിച്ച് എനിക്ക് ഈ പരീക്ഷണം നൽകിയത് ആരാണ്? അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ അദമത്തിലും ജലാലിലും മാഹാത്മ്യത്തിൽ ചിന്തിച്ചു കൊണ്ട് നാം തൃപ്തിപ്പെടുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഖൈർ മാത്രമേ നൽകൂ, അതിന് കൃത്യമായ ഹിക്മത്തുണ്ട്, അള്ളാഹുവിൻ്റെ ഉദ്ദേശമുണ്ട്, യുക്തിയുണ്ട്, അതിന് ഞാൻ തൃപ്തിപ്പെടുന്നു. അതിൻ്റെ പേര് അള്ളാഹു എനിക്ക് വമ്പിച്ച പ്രതിഫലം നൽകും, ഞാൻ തൃപ്തിപ്പെടുന്നു. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതനാണ്, അള്ളാഹുവിൻ്റെ മാഹാത്മ്യത്തിൽ ചിന്തിച്ചുകൊണ്ടുള്ള തൃപ്തിപ്പെടൽ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മർത്തബയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഇബ്നു റജബ് അൽ ഹംബലി അവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്, വഹാദാ യസിലു ഇലൈഹി ഖവാസു അഹ്ലിൽ മഅരിഫതി വൽ മഹബ്ബ. അതായത് അള്ളാഹുവിനെ അത്രയധികം അറിയുകയും സ്നേഹിക്കുകയും ചെയ്ത ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമേ ഈ മർത്തബയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ സഹോദരന്മാരെ, ഒന്നാമത്തെ ദറജ എന്താണ്? ദറജത്തുർ റിദാ എന്ന് പറയും, തൃപ്തി എന്ന ദറജ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, മജ്മൂഉൽ ഫതാവയിൽ കാണാൻ സാധിക്കും, الرضا بالمصائب كالفقر والمرض والذل مستحب في أحد قولي العلماء وليس بواجب. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദാസൻ നൽകുന്ന ദാരിദ്ര്യം, അതേപോലെ തന്നെ നിന്ദ്യത, അതേപോലെ അസുഖം, രോഗം, ഇതിൽ തൃപ്തിപ്പെടുക എന്നത് മുസ്തഹബാകുന്നു, അഭികാമ്യമാകുന്നു. പക്ഷെ അതെന്തല്ല, നിർബന്ധമല്ല. വസ്സഹീഹു അന്നൽ വാജിബ ഹുവ സബ്ർ. എന്നാൽ സഹീഹായ വീക്ഷണപ്രകാരം നിർബന്ധം എന്താകുന്നു? സബ്റാകുന്നു, ക്ഷമയാകുന്നു. അതാകുന്നു രണ്ടാമത്തെ മർത്തബ. രണ്ടാമത്തെ മർത്തബ എന്താണ്? പരീക്ഷണം സംഭവിച്ചു കഴിഞ്ഞാൽ ക്ഷമ കൈകൊള്ളുക എന്ന്. ഇതാർക്കാണ്? തൃപ്തിപ്പെടാൻ സാധിക്കുകയില്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് എന്ത് ചെയ്യണം? ക്ഷമിക്കണം എന്നാണ്. കാരണം അതിനും വമ്പിച്ച പ്രതിഫലം അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാതെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമ കൈകൊണ്ടവർക്ക് പ്രതിഫലം നൽകുക. അതിന് വമ്പിച്ച പ്രതിഫലമാകുന്നു. വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്ഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതായത് ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്ഹും മുസീബത്തുൻ. ആരാണ് ഈ ക്ഷമിക്കുന്നവർ? അതായത് മുസീബത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ മരണവാർത്ത കേട്ട് കഴിഞ്ഞാൽ പറയുന്നതാണ്. പണ്ഡിതന്മാർ പറയുന്നു, മരണമല്ലാത്ത മറ്റു മുസീബത്ത് സംഭവിച്ചാലും പറയേണ്ടത് തന്നെയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് ഖുർആനിലെ നിർദ്ദേശമാണ്. ഉലൈക അലൈഹിം സ്വലവാതു മിർ റബ്ബിഹിം വറഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അതായത് ഈ കൂട്ടർക്കാണ് അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹവും കാരുണ്യവും, അതേപോലെ തന്നെ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാണ് സന്മാർഗികൾ. അപ്പോൾ സന്മാർഗത്തിലായവർ ഇവർ തന്നെയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു നിലപാടായിരിക്കണം വിശ്വാസിക്ക്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് സബറെങ്കിലും
വിശ്വാസിക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് വിശ്വാസത്തെ ഈമാനെ ബാധിക്കുന്നതാണ്. സൂറത്തുൽ ബഖറയിലെ ആയത്ത് നമ്പർ ഓർക്കുന്നില്ല, അത് നോക്കിയാൽ ഇൻഷാ അല്ലാഹ്. അതെ സഹോദരന്മാർ, ഇവിടെ മനസ്സിലാക്കേണ്ട എന്താണ്? നമ്മുടെ ക്ഷമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ, റിവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇതൊക്കെ അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഇതൊക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ്. കാരണം റിവക്ക് അതിൻ്റേതായ തെളിവുകളുണ്ട്, സബറിന് അതിൻ്റേതായ തെളിവുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായും പഠിച്ച വിഷയം എന്താണെന്ന്, അതായത് ഖദറിൻ്റെ 4 മർത്തബകൾ. ഈ 4 മർത്തബകൾ ആരാണ് പെട്ടെന്ന് പറഞ്ഞു തരിക? ഇല്ല, പറഞ്ഞോളൂ. 1 അൽ ഇറാദ, ഒരു അക്ഷരത്തിലുള്ള വാക്കാണ്, പക്ഷെ എന്താ മാനേജ്മെൻറ്റ് എന്നുള്ള അർത്ഥമായി മാറി. മർത്തബത്തുൽ ഖൽഖ്. ഈ 4 മർത്തബകൾ വേറെ ആരാ പറയാ? 1 അതെ, ജസാക്കല്ലാഹു ഖൈർ, ജസാക്കല്ലാഹു ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകുന്ന പരീക്ഷണങ്ങൾ, അതേപോലെ തന്നെ മനുഷ്യൻ അള്ളാഹുവിൻ്റെ വിധി പ്രകാരം പല കാര്യങ്ങളും കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നു, ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. അതിൽ തിന്മകളുണ്ടാകാം. മനുഷ്യൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ തിന്മയുണ്ടാകാം, നന്മയുണ്ടാകാം. അപ്പോൾ ഒരാൾ തിന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, കുറ്റകൃത്യത്തിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ വിധിപ്രകാരമാണ് ഞാൻ കുറ്റം ചെയ്തത് എന്ന് പറഞ്ഞ് സമാധാനിക്കാൻ പറ്റുമോ? കാരണം അള്ളാഹു നേരത്തെ എല്ലാം രേഖപ്പെടുത്തിയതാണല്ലോ. യഥാർത്ഥത്തിൽ ഇതിനുള്ള വ്യക്തമായ പ്രമാണമാണ് ഇവിടെ നാം പഠിക്കാൻ പോകുന്നത്. കാരണം പല വ്യതിയാനങ്ങൾ സംഭവിച്ച പിഴച്ച കക്ഷികളും തെളിവായിട്ട് ഉദ്ധരിക്കാറുള്ള ഒരു ഹദീസുണ്ട്. എന്താണത്? സഹീഹായ ബുഖാരിയിലേക്ക് വന്ന ഹദീസാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിനോടും ഹവ്വാ ബീവിയോടും വൃക്ഷം ഒരിക്കലും നിങ്ങൾ ഭക്ഷിക്കരുത്, വൃക്ഷത്തിൽ നിങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ പിശാജിൻ്റെ, ഷെയ്ത്താനിൻ്റെ, ഇബ്ലീസിൻ്റെ നിർബന്ധപ്രകാരം അവർ വൃക്ഷത്തിൽ നിന്ന് കഴിച്ചു. അങ്ങനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ പറഞ്ഞു, ഭൂമിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ മൂസ നബി അലൈഹിസ്സലാമും ആദം നബി അലൈഹിസ്സലാമും പരസ്പരം നടന്ന ഒരു സംഭാഷണമുണ്ട്. അതിന് രത്നചുരുക്കം എന്താണ്? ഇഹ്തജ്ജ ആദമു മൂസ വ മൂസ. അതായത് ആദം നബി അലൈഹിസ്സലാമും മൂസ നബി അലൈഹിസ്സലാമും പരസ്പരം തർക്കിച്ചു. എന്താണ് തർക്കം? ഫഖാല ലഹു മൂസ, മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, അൻത ആദമു അല്ലദീ അഖ്റജത്ക ഖതീഅതുക മിനൽ ജന്ന. സ്വർഗത്തിൽ നിന്ന് താങ്കളെ പുറത്താക്കിയ ആ തിന്മ, താങ്കൾ ആദമാകുന്നു. ഏത് ആദം? താങ്കൾ തിന്മ ചെയ്തു, അങ്ങനെ താങ്കൾ സ്വർഗത്തിൽ നിന്ന് പുറത്തുപോയി. ഫഖാല ലഹു ആദം അൻത മൂസ അല്ലദീ ഇസ്തഫാക അല്ലാഹു ബിരിസാലാതിഹി വബികലാമി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമു കൊണ്ടും അതേ റിസാല കൊണ്ടും താങ്കളെ തിരഞ്ഞെടുത്ത പ്രവാചകനാകുന്നു താങ്കൾ. ثم تلومني على أمر قدر علي قبل أن أخلق. അപ്പോൾ താങ്കൾ ഞാൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു എനിക്ക് വിധിച്ച ആ വിധിയെ സംബന്ധിച്ച് താങ്കൾ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ഫഖാല റസൂൽ സല്ലം ഫഹജ്ജ ആദമു മൂസ മറത്തൈൻ. 2 പ്രാവശ്യം വസല്ലം പറഞ്ഞു. എന്താണ്? ആദം നബി അലൈഹിസ്സലാം മൂസ നബിയെ, അതായത് ഈ ഒരു തർക്കത്തിൽ പരാജയപ്പെടുത്തി. അഥവാ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ വാദമാണ് ശരിയായി വന്നത് എന്ന്. അപ്പോൾ എന്താണ് പണ്ഡിതന്മാർ പറയുന്നു? ഇത് കുറ്റകൃത്യം ചെയ്തതിൻ്റെ പേരിലുള്ള ന്യായീകരണമല്ല, മറിച്ച് എന്താണ്? ആദം നബി അലൈഹി ഇസ്ലാം കുറ്റം ചെയ്തു, അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്തു, പക്ഷേ തൗബ ചെയ്തു. അങ്ങനെയാണല്ലോ. അതായത് റബ്ബന വലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകുന മിനൽ ഖാസിരീൻ എന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിച്ചു. എന്നാൽ ആദം നബി അലൈഹി ഇസ്ലാമിന് സംഭവിച്ച മുസീബത്ത്, അതിൻ്റെ പേരിൽ സംഭവിച്ച മുസീബത്ത് എന്താണ്? ആദം നബി അലൈഹി ഇസ്ലാം ഹവ്വാ ബീവിയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ആ മുസീബത്തിൻ്റെ വിഷയത്തിലാണ് ആദം നബി അലൈഹി ഇസ്ലാം വിധിയുടെ വിഷയം പ്രതിപാദിച്ചത്. മനസ്സിലായല്ലോ?
അപ്പോൾ ഇതിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയ എന്താ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അതായത് തിന്മകൾ ചെയ്തതിൻ്റെ പേരിൽ നാം ഒരിക്കലും വിധി കൊണ്ട് ന്യായീകരിക്കാൻ പാടില്ല. ഞാൻ തിന്മ ചെയ്തു, അള്ളാഹു വിധിച്ചതാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിന്ന് നൽകിയിട്ടുണ്ട്, സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നമുക്കൊരു മശിയത്ത് ഉണ്ട്, നമുക്ക് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മലക്കുകൾക്കതില്ല. കാരണം മലക്കുകൾ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അപ്രകാരം പ്രവർത്തിക്കാൻ മാത്രമേ അവർക്ക് സ്വാതന്ത്ര്യമുള്ളൂ. നമുക്കങ്ങനെയല്ല. നമുക്കെന്തുണ്ട്? നമുക്ക് ഇച്ഛയുണ്ട്, വികാരങ്ങളുണ്ട്. വഹദൈനാഹുൻ നജ്ദൈൻ. എന്താ അർത്ഥം? അതായത് നന്മയുടെയും തിന്മയുടെയും വഴികൾ നാം അവന് കാണിച്ചു കൊടുത്തു. അപ്പോൾ നന്മയുടെ വഴി സ്വീകരിക്കാനും തിന്മയുടെ വഴി സ്വീകരിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നാം ഉപയോഗിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുന്ന അതിൻ്റെ പ്രതിഫലമാണ് നാം അനുഭവിക്കുക. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ രേഖപ്പെടുത്തിയത്. അതായത് നമുക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യം നമുക്ക് നല്ല വഴിക്കും ചീത്ത വഴിക്കും ഉപയോഗിക്കാം, ദുരുപയോഗപ്പെടുത്താം. അങ്ങനെ ആ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നന്മയുടെ വഴി തിരഞ്ഞെടുത്ത സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ, അതാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ രേഖപ്പെടുത്തിയത്. കാരണം അള്ളാഹു നേരത്തെ അറിഞ്ഞ കാര്യമാകുന്നു, അറിഞ്ഞ കാര്യം രേഖപ്പെടുത്തി. അതല്ലാതെ തിന്മയുടെ വഴി സ്വീകരിക്കാൻ ഒരു സൃഷ്ടിയെയും അള്ളാഹു ബലാൽക്കാർ നിർബന്ധിക്കുന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, പണ്ഡിതന്മാർ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയ വിധി പ്രകാരം ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ല നാം ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ വിഷയത്തിൽ. നാം പ്രവർത്തിക്കുന്ന തിന്മകളുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വിധി കൊണ്ട് ന്യായീകരിക്കാൻ പാടില്ല. എന്നാൽ മുസ്ലിം സംഭവിച്ചാലോ വിധി പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് രണ്ടായിട്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടതാണ്. കാരണം ചില പിഴച്ച കക്ഷികൾ, മുസ്ലിം നാമധാരികൾ തന്നെ പലരും അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ പോലും ചെയ്യുന്ന പിഴച്ച കക്ഷികളുണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നാം ചുരുക്കി വായിക്കുകയാണ്. വലം യകുൻ ആദമു അലൈഹിസ്സലാമു മുഹ്തജ്ജൻ അലാ ഫിഅലി മാ നുഹിയ അൻഹു ബിൽ ഖദർ ബൽ ഹുവ ഇഹ്തിജാജുൻ ബിൽ ഖദരി അലൽ മുസീബത്തി നാതിജതി മിൻ ഫിഅലിഹി. അതായത് ആദം നബി അലൈഹിസ്സലാം ഒരിക്കലും താൻ വിലക്കപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിച്ച വിഷയത്തിൽ ഒരിക്കലും വിധി കൊണ്ട് ന്യായീകരിച്ചിട്ടില്ല. ബൽ ഹുവ ഇഹ്തിജാജുൻ ബിൽ ഖദരി അലൽ മുസീബത്തിൻ്റെ വിഷയത്തിലാണ് താൻ വിധി കൊണ്ട് ന്യായീകരിച്ചത്. വഹിയൽ ഖുറൂജ് മിനൽ ജന്ന. എന്താ മുസീബത്ത്? സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന മുസീബത്ത്. ഫൽ ഖദറു യുഹ്തജ്ജു ബിഹി അലൽ മസാഇബ്. ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞ ഖാഇദ. ഫൽ ഖദറു അതായത് വിധി, യുഹ്തജ്ജു ബിഹി അതുകൊണ്ട് ന്യായീകരിക്കപ്പെടാം, അലൽ മസാഇബ് മുസീബത്തുകളുടെ വിഷയത്തിൽ, ലാ അലൽ മആഇബ് അതായത് കുറ്റകൃത്യങ്ങളുടെ വിഷയത്തിൽ ഒരിക്കലും വിധി കൊണ്ട് ന്യായീകരിക്കാൻ പാടില്ല. അതായത് ഏത് നിലക്കാണ് വിശദീകരിക്കേണ്ടത് പറഞ്ഞത്? കുടുംബബന്ധം ചേർത്തി കഴിഞ്ഞാൽ എന്ത് കൂടുതൽ കിട്ടും? ആയുസ്സും ഉപജീവനമാർഗവും കിട്ടും. അപ്പൊ അതില് ഈ നമ്മളെ ദുആ കൊണ്ട് ഒരു ഖലാഇനെ ചേഞ്ച് ആക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു സംശയം. ഇൻഷാ അല്ലാഹ്. ഇവിടെ നാം അവസാനം പറഞ്ഞ വിഷയം എന്താണ്? അതായത് അൽ ഇഹ്തിജാജു ബിൽ ഖദർ എന്നൊരു മസ്അലയുണ്ട്. പണ്ഡിതന്മാർ ചർച്ച ചെയ്ത മസ്അലയാണ്. ഖദർ കൊണ്ട് ന്യായീകരിക്കുക എന്നതിൻ്റെ വാക്കർത്ഥം. ഖദർ കൊണ്ട് ന്യായീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരാൾ തിന്മ പ്രവർത്തിച്ചു, മദ്യപിച്ചു, അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തു. തനിക്ക് അള്ളാഹു വിധിച്ചതാണ്, നേരത്തെ വിധിച്ചതാണ്, അതുകൊണ്ട് ഞാൻ കുറ്റക്കാരനല്ല, ഞാൻ ശിക്ഷിക്കപ്പെടുകയില്ല, ഇനി ഭൗതികമായ ശിക്ഷ എനിക്ക് നടപ്പിലാക്കേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ പണ്ഡിതന്മാർ ധാരാളം മറുപടികൾ കൊടുക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു
മർമ്മപ്രധാനമായ മറുപടിയാണ്, മുസീബത്തിൻ്റെ വിഷയത്തിൽ മാത്രമേ ഈ ഖദർ കൊണ്ട് ന്യായീകരിക്കാൻ പാടുള്ളൂ. മറിച്ച് താൻ പ്രവർത്തിച്ച തിന്മയുടെ വിഷയത്തിൽ വിധി കൊണ്ട് ന്യായീകരിക്കാൻ പാടില്ല. എന്താ കാരണം? താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതാണ് അയാൾ പ്രവർത്തിച്ച തിന്മ, അതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ അത് എങ്ങനെയാണ് അള്ളാഹു രേഖപ്പെടുത്തിയത് നാം മനസ്സിലാക്കണം. തനിക്ക് അള്ളാഹു ഈ ഭൗതിക ലോകത്ത് തിന്മ പ്രവർത്തിക്കാൻ നന്മ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ മനുഷ്യൻ തിന്മയിൽ അകപ്പെട്ടത്. അപ്പോൾ നേരത്തെ അള്ളാഹു വിധിച്ചതാണ്, പക്ഷേ അള്ളാഹു ആരെയും നിർബന്ധിച്ചിട്ടില്ല. കാരണം എന്താണ്? മനുഷ്യന് നന്മയുടെ വഴിയും തിന്മയുടെ വഴിയും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി, കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറിവും അവരുടെ കഴിവും ഒക്കെ ധാരാളം പല നിലക്കും പരിമിതിയുണ്ടല്ലോ. ഒരു അധ്യാപകന് കൃത്യമായും അറിയാം തൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ കഴിവും സാമർഥ്യവും പഠിപ്പുമൊക്കെ. അപ്പോൾ ഉഴപ്പനായ, യാതൊരു നിലക്കും സഹകരിക്കാത്ത, പഠിക്കാത്തൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഈ ഒരു അധ്യാപകൻ്റെ മനസ്സിൽ എന്തുണ്ടാവും? താൻ ഉഴപ്പും, അല്ലെങ്കിൽ പരീക്ഷയിൽ വിജയിക്കില്ല, തോറ്റുപോകും. താനൊരു കടലാസിൽ നേരത്തെ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഈ വിദ്യാർത്ഥിക്ക് എഴുതി കൊടുക്കുകയാണ് തോൽവി. മനസ്സിലായല്ലോ? ഈ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി, ഈ വിദ്യാർത്ഥി അധ്യാപകൻ നേരത്തെ എഴുതി കൊടുത്ത ഈ ഒരു കടലാസ് തുറന്നു നോക്കുകയാണ്. എന്താ അതിൽ എഴുതിക്കുന്നത്? താൻ തീർച്ചയായിട്ടും പരീക്ഷയിൽ പരാജയപ്പെടും, തോറ്റുപോകുമെന്നാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? എൻ്റെ മാഷ് നേരത്തെ വിധി പറഞ്ഞതാണ്, നേരത്തെ അയാൾ മനസ്സിൽ വിചാരിച്ചതാണ്, കടലാസിൽ എഴുതി വെക്കുകയും ചെയ്തു, അതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയാനുള്ള അധികാരമുണ്ടോ? ഇല്ല. അപ്പോൾ വലില്ലാഹിൽ മസലുൽ അഅല, അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അറിവിലും കഴിവിനുമൊക്കെ വിശാലതയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഇങ്ങനെ ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും ഒക്കെ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം നാം നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തണം. അപ്പം വഹദൈനാഹു നജ്ദൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? തരീഖൽ ഖൈർ വ തരീഖൽ ശർ. തഫ്സീർ പണ്ഡിതന്മാർ തഫ്സീർ രേഖപ്പെടുത്തിയതാണ്. അതായത് ഷെറിൻ്റെ വഴിയും ഖൈറിൻ്റെ വഴിയും നാം മനുഷ്യന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതിനാണ് പരീക്ഷണം എന്ന് പറയുക. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ എന്തിനാണ് നമ്മെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്? ഇല്ലാ ലിയഅ്ബുദൂൻ, അതേപോലെ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അപ്പോൾ നിങ്ങൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് അള്ളാഹു പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പരീക്ഷണം എന്ന് പറയുമ്പം എന്തുണ്ട് അതിൻ്റെ മുന്നിൽ? സ്വാതന്ത്ര്യമുണ്ട്, ഇച്ഛാ സ്വാതന്ത്ര്യമുണ്ട് മനുഷ്യന്. അല്ലെങ്കിൽ അവിടെ ഒരു പരീക്ഷണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഓ യഫ്അലൂന മാ യുഅ്മറൂൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരിക്കലും അള്ളാഹു ധിക്കരിക്കുകയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. വയഫ്അലൂന മാ യുഅ്മറൂൻ, എന്താണോ അവർ കൽപ്പിക്കപ്പെട്ടത് അപ്രകാരം ചെയ്യാൻ മാത്രമേ അവർക്ക് സ്വാതന്ത്ര്യമുള്ളൂ. അവർ നിർബന്ധിതരാണ്, അങ്ങനെ അവർക്ക് ചിന്തിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തിന്മ പ്രവർത്തിക്കാൻ നന്മ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അതായത് ലാ യറുദ്ദുൽ ഖദാഅ ഇല്ല ദുആ, പ്രാർത്ഥനയല്ലാതെ ഖദാഇനെ മാറ്റുകയില്ല എന്ന ഈ ഹദീസും പണ്ഡിതന്മാർ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ച ആ വിധി പ്രാർത്ഥന കൊണ്ട് അത് മാറ്റം സംഭവിക്കും എന്ന് പറഞ്ഞതും നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള താൽക്കാലികമായ വിധിയാണ്. അത് ഒന്നുകിൽ എന്താണ്? മലക്കുകൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയ വിധി, അല്ലെങ്കിൽ ഇപ്പോൾ ലൈലത്തുൽ ഖദ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വിധികളൊക്കെ നിർണ്ണയിക്കുന്നുണ്ട്. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. വിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത് ഒരു അനുഗ്രഹീത രാവിലാണ്. ഈ അനുഗ്രഹീത രാവ് ഏതാണ്? ലൈലത്തുൽ ഖദ്റാണ്. ചില ദുർബലമായ വ്യാഖ്യാനമുണ്ട്. അതെന്താണ്? ശഅബാൻ 15-ാം രാവാണെന്ന്. അത് ദുർബലമായ വ്യാഖ്യാനമാണെന്ന് ഇമാം നവവി, റാസി പോലെയുള്ള ഷാഫിഈ മദ്ഹബിൽ തന്നെ പല പ്രഗത്ഭരായ പണ്ഡിതന്മാരും അത് വളരെ ദുർബലമായ വ്യാഖ്യാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഖുർആനിനും എതിരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം,
അതായത് ഗൗരവമുള്ള എല്ലാ വിഷയവും തീരുമാനിക്കപ്പെടുന്ന നിർണയിക്കപ്പെടുന്ന രാവാകുന്നു അത്. പണ്ഡിതന്മാർ തഫ്സീറിൽ പറയുകയാണ് എന്താ അതിൻ്റെ അർത്ഥം. അതായത് ഒരു വർഷം മുതൽ അടുത്ത വർഷം വരെയുള്ള വിധികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെ ഏതിൻ്റെ ഭാഗമാണ്? ലൗഹുൽ മഹ്ഫൂദിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതിലെന്താണ്? ഈ മനുഷ്യൻ ഇവിടെ പ്രാർത്ഥിച്ചത് കൊണ്ട് അള്ളാഹു ഇത്ര റിസ്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. കുടുംബം ചേർത്തത് കൊണ്ട് അള്ളാഹു അവൻ്റെ ആയുസ്സിന് അള്ളാഹു വിശാലത നൽകും. അപ്പോൾ ഇങ്ങനെയുള്ള താൽക്കാലികമായ വിധികൾക്കൊക്കെ ചില ഏറ്റക്കുറച്ചിലുണ്ടാകാം. അതാണ് യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് അള്ളാഹു മായ്ച്ചു കളയും, ഉദ്ദേശിക്കുന്നത് അള്ളാഹു സ്ഥിരപ്പെടുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷയായിട്ട് പണ്ഡിതന്മാർ ഫത്വകളിലും അതേപോലെ തഫ്സീർ പണ്ഡിതന്മാർ തഫ്സീറിൻ്റെ കിതാബുകളിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ബ്രേക്കിന് സമയമായി പറയണം, സാധാരണ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, പറയല്ലോ ഇൻഷാ അല്ലാഹ്. സഹോദരന്മാരെ, ഇവിടെ നാം ഇനി പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണ്? നമ്മളിപ്പം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ പ്രകാരമുള്ള വിധിവിശ്വാസമാണ് പഠിച്ചത്. അങ്ങനെയാണ് 4 മർത്തബകൾ, അതേപോലെ തന്നെ മുസീബത്ത് സംഭവിച്ചാൽ 2 ദറജകൾ, അതേപോലെ ഈ ഖദർ കൊണ്ടുള്ള ന്യായീകരണം, ഇതൊക്കെ നാം പഠിച്ചു മനസ്സിലാക്കി.